ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ അപ്പു ഒരു പൂക്കടയിൽ പോയി കൈ നിറയെ റെഡ് റോസാപ്പൂ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ പൂജയെ ഇംപ്രസ് ചെയ്യാനും അതുപോലെ പ്രപ്പോസ് ചെയ്യാനും വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരിക. ഈ സമയത്താണ് നേരവും കാലവും നോക്കി പങ്കജെല്ലാം അങ്ങ് ചെയ്യുന്നത്. പക്ഷേ പങ്കജ് എന്തൊക്കെ ചെയ്താലും, പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും നമ്മുടെ പൂജയുടെ മനസ്സിൽ ഒരിക്കലും പങ്കജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനമില്ല. ഒരിക്കലും പങ്കജ് ഒരു നല്ലവനല്ല, ഒരു നല്ലവനായ വ്യക്തിയല്ല എന്ന് പൂജയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴും ഇപ്പോഴും എപ്പോഴും പൂജയുടെ മനസ്സിൽ അപ്പുവേട്ടൻ എന്നുള്ളൊരു ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പുവേട്ടൻ എപ്പോൾ വരും എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ പൂജ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇന്നേ ദിവസം പൂജയെ ഒരിടത്തേക്കും വിടില്ലെന്നും പൂജയുടെ ഓരോ ചലനങ്ങളും താൻ ശ്രദ്ധിച്ചേ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നും പൂജയെ ഇംപ്രസ് ചെയ്ത് പൂജയെ തൻ്റേതാക്കി എടുക്കുമെന്നും ആ വാശിയിൽ ഈ പറയുന്ന പങ്കജ് പൂജയെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓഫീസിൽ പൂജയ്ക്കാണെങ്കിൽ ഇല്ലാത്ത ജോലികളെല്ലാം കൊടുത്ത് പൂജയെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിച്ചിരിക്കുന്ന പങ്കജ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ആ കണ്ണുകൾ കൊണ്ട് പൂജയെ പരതാനിട്ട് മറന്നു പോകുന്നതുമില്ല. എന്തായാലും നമ്മുടെ പൂജ ഈ വർക്കിൻ്റെ ഇടയിലും നമ്മുടെ അപ്പുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. അപ്പുവിന് കൊടുക്കാനായിട്ടൊരു റോസാപ്പൂ, ഒരു കാർഡ്, ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഫോൺ എടുത്ത് നമ്മുടെ പൂജ എന്ത് ചെയ്തു, ഈ അപ്പുവിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ട് പങ്കജ് അതുവഴി വരുന്നത്. അപ്പോൾ ഈ പങ്കജ് വന്ന് നിൽക്കുന്നത് നമ്മുടെ പൂജ കണ്ടില്ല. പൂജ ഫോൺ എടുത്ത് അപ്പുവേട്ടനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പങ്കജ് പെട്ടെന്ന് അത് കണ്ടു എന്ന് പൂജ പെട്ടെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പൂജ വേഗം ഫോൺ അവിടെ കട്ട് ചെയ്തിട്ട് കയ്യിലുണ്ടായിരുന്ന ആ പേപ്പറുകൾ എടുത്തങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ എന്തോ കള്ളത്തരം പങ്കജിന് അവിടെ ഫീൽ ചെയ്തു. ഇവളെന്തോ എന്നെ മറയ്ക്കുന്നുണ്ട്, എന്തായിരിക്കും അവൾ എടുത്തു വെച്ചത്? എടി പൂജേ, നീ ഇനി എന്തൊക്കെ ചെയ്താലും നീ അപ്പുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഇനി എന്തൊക്കെ ചെയ്താലും ഇന്നേ ദിവസം നീയും അപ്പുവും തമ്മിൽ മീറ്റ് ചെയ്യില്ല. അത് ഈ പങ്കജിൻ്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ ഈ പങ്കജിൻ്റെ വാശിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സുകൊണ്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പങ്കജ് നേരെ പൂജയുടെ അടുത്തേക്ക് ചെന്നു. എന്താ പൂജ, വർക്കൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ആ, വർക്കൊക്കെ കഴിഞ്ഞു വരികയാണെന്ന് പറഞ്ഞു. എന്നാലൊരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ ഇന്ന് ഡ്രോപ്പ് ചെയ്യാം. എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട, ഇന്നത്തെ ഈ ഒരു ദിവസം നിന്നെ ഞാൻ തന്നെ കൊണ്ടുവിടും. നിന്നെ നടത്തി വിടാനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് വിടാനൊന്നും ഞാൻ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് മാക്സിമം നമ്മുടെ പൂജയെ ഇങ്ങനെ അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ അപ്പു അവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വരുന്നത് ഇവരുടെ ഓഫീസിലേക്ക് ബുള്ളറ്റേൽ ഭയങ്കര സ്റ്റൈലായിട്ട് വലിയൊരു റെഡ് പൂവിൻ്റെ ബൊക്കെയൊക്കെ വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജും പൂജയും കൂടി ഇറങ്ങുകയാണ്. പങ്കജും പൂജയും ഒരുമിച്ച് വന്ന് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ വണ്ടിയിൽ വരുന്ന അപ്പു ബൊക്കെയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ പൂജ വരുമ്പോൾ പൂജയോട് എങ്ങനെ ഇടപെടണം, ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ആ സമയത്താണ് അപ്പുവിൻ്റെ ആശകളെ അല്ലെങ്കിൽ അപ്പുവിൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത്. അവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ അപ്പുവിൻ്റെ മുഖം അറിയാതെ പോലും അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയി. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയ്ക്കൊരു നീറ്റലുണ്ടായി അപ്പുവിന്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പങ്കജിനോടൊപ്പം പൂജയെ കാണും എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണെങ്കിലും ഭയങ്കര സംസാരവും കാര്യങ്ങളും, പൂജയുടെ മുഖത്താണെങ്കിലും ഒരു ഇഷ്ടക്കേടുകളും അപ്പു കാണുന്നില്ല. വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് പൂജ ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ പങ്കജും വളരെ കാര്യമായിട്ട് തന്നെയാണ് പൂജയോട് ഇടപെടുന്നത്. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചിങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പം അപ്പു അല്ല ആരാണെങ്കിലും മറ്റൊരു രീതിയിൽ ചിന്തിക്കും, അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ നല്ല സീറ്റിങ്ങിലാണ് പോകുന്നതെന്ന്. അതേപോലെ തന്നെ ഇവിടെ അപ്പുവും വിചാരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിലേക്ക് അപ്പു ഒരു കീടമായി കയറുന്നു ചെല്ലണോ എന്നൊരു നിമിഷത്തേക്ക് നമ്മുടെ അപ്പു ഇങ്ങനെ ആലോചിക്കുക. ഈ ബൊക്കയും പിടിച്ച് ഈ പങ്കജിനെയും അതുപോലെ തന്നെ നമ്മുടെ പൂജയെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇതൊന്നും കാണുന്നുമില്ല, അറിയുന്നുമില്ല. പൂജയെ കാറിൽ കയറ്റി പങ്കജ് അങ്ങ് പോയി. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ അപ്പു വേഗം അവിടെ നിന്ന് മാറി നിന്നു. ഇനിയിപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, അല്ലെങ്കിൽ അപ്പു ഇതൊക്കെ കണ്ടു എന്ന് പൂജയ്ക്ക് മനസ്സിലാകണ്ട, അല്ലെങ്കിൽ പങ്കജിന് മനസ്സിലാവണ്ട എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ മാറി അങ്ങ് നിൽക്കുക.
അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പു ആണെങ്കിൽ ആ ബൊക്കെയൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമില്ലെന്നും അത് പങ്കജ് തട്ടിയെടുത്തു എന്നുള്ള കാര്യം അപ്പുവിന് മനസ്സിലായി. ഇപ്പോൾ പങ്കജും പൂജയും തമ്മിലാണ് അടുപ്പത്തിലെന്നും അതിനിടയിലേക്ക് ഒരു കരടായി താൻ കയറി ചെല്ലേണ്ട കാര്യമില്ല എന്നൊക്കെ അപ്പു അവിടെ നിന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഒരു നിമിഷത്തേക്ക് അപ്പു ആ ഫ്രണ്ടിലേക്കൊന്ന് കടന്ന് ചെന്നായിരുന്നെങ്കിൽ തീർന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പു ചെന്നില്ല. അപ്പുവിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഇത് കാരണം അത് അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പായേ. ഇനിയിപ്പോൾ ഒരു കാരണവശാലും പൂജ വിളിക്കുന്നിടത്ത് അപ്പു പോവുകയോ അല്ലെങ്കിൽ പൂജയെ കാണാനായിട്ട് അപ്പു ശ്രമിക്കുകയോ ഇല്ല. അപ്പു അകലം കാണിക്കുന്നതിനനുസരിച്ച് പൂജയും അതേ രീതിയിൽ തന്നെ അപ്പുവിൻ്റെ മുന്നിൽ പെരുമാറും. അപ്പോൾ ഇവർ തമ്മിൽ അടുക്കുക എന്നുള്ള ആ ഒരു സാഹചര്യം ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്രയെ കാണാനായിട്ട് ശീതൾ അങ്ങോട്ടേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്. ഇപ്പം ശീതൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ അവിടെയുണ്ട്. അപ്പോൾ അച്ചമ്മ വന്നതൊക്കെ ശീതൾ അറിഞ്ഞിടയ്ക്ക് ഫോൺ വിളിക്കുന്നൊക്കെയാണല്ലോ. അപ്പോൾ അറിഞ്ഞു അച്ചമ്മയെ കാണാൻ എന്നുള്ള രീതിയിൽ വന്ന് അച്ചമ്മയെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചപ്പോഴും അച്ചമ്മയ്ക്ക് യാതൊരു മാറ്റമില്ല. പണ്ടത്തെ അച്ചമ്മ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അച്ചമ്മയും. അത് ഒറ്റ സംസാരം കൊണ്ട് തന്നെ നമ്മുടെ പൂജയ്ക്ക് ശീതളിന് വ്യക്തമായി മനസ്സിലായി. ശീതൾ ഇങ്ങനെ അച്ചമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴും ശീതളിൻ്റെ വിശേഷങ്ങളൊക്കെ സരസ്വതിയമ്മ ചോദിക്കാം, എന്ത് കോലവാടി ഇത്, വലിയ ഡോക്ടറാണ് കെട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കോലം എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ അതിനൊന്നും വ്യക്തമായൊരു മറുപടി നമ്മുടെ ശീതൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ സുമിത്ര ശ്രദ്ധിക്കുന്നുണ്ട്. ആ മുഖത്തെ പരിഭ്രമം അല്ലെങ്കിൽ ഉത്തരം തരാനുള്ള ആ ഒരു വലിയ ലാഗ്, ഇതൊക്കെ നമ്മുടെ സുമിത്ര ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്നുള്ള രീതിയിൽ സുമിത്ര ഇങ്ങനെ പറഞ്ഞു. കാരണം മകളിൽ നിന്ന് വീർപ്പ് മുട്ടുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ സരസ്വതി അമ്മ എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും മോളും കൂടെ സംസാരിക്കുക, മോൾ എന്താ കഴിച്ചത്, എന്തുണ്ട് വിശേഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഞാൻ കഴിച്ചോളാം അമ്മേ, ഞാൻ അമ്മയെ കാണാം, പിന്നെ അച്ചമ്മ വന്നല്ലോ എന്നൊക്കെ അറിഞ്ഞ് ഓടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് മകൾ അമ്മയോട് ഇങ്ങനെ പറയുക. അതിനുശേഷം അമ്മയും മോളും കൂടി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഒത്തിരി നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മകൾ അമ്മയോട് ചോദിച്ചു, അമ്മേ ഒത്തിരി കാലമായില്ലേ ഞാൻ അമ്മയുടെ മടിയിലൊന്ന് കിടന്നിട്ട്, ഞാൻ അമ്മയുടെ മടിയിലൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങാൻ മോൾ എന്തിനാ അമ്മയുടെ അനുവാദം ചോദിക്കുന്നത്? ഈ ലോകത്ത് മറ്റാരേക്കാളും അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങാനുള്ള അവകാശം എൻ്റെ മോൾക്ക് തന്നെയല്ലേ, പിന്നെ എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്ര മകളെ മടിയിലേക്ക് കിടത്തി തലയിൽ തലോടി കിടത്തി ഉറക്കുവാണ്. അമ്മയുടെ മടിയിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർവ്വഭാരങ്ങളും ഇറങ്ങിപ്പോയതുപോലെ മനസ്സിന് ഒരുപാട് ആ ഒരു കുളിർമ കിട്ടിയതുപോലെ നമ്മുടെ ശീതൾ ഇങ്ങനെ കിടക്കുക വളരെ സന്തോഷത്തോടെ. എന്നിട്ട് അമ്മയോട് അത് പറയുകയും ചെയ്തു, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ തല ചായ്ച്ചൊന്ന് കിടക്കുന്നത്, എൻ്റെ എല്ലാ ഭാരവും ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് മക്കളെ, അമ്മമാരുടെ മടിയിൽ തലവെച്ച് കിടന്നാൽ അല്ലെങ്കിൽ അമ്മമാരുടെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകും എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയാം. അങ്ങനെ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശീതൾ പോലും അറിയാതെ ശീതളിൻ്റെ നാവിൽ നിന്നും ഓരോരോ സത്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഒന്നും വ്യക്തമല്ലെങ്കിൽ പോലും അതിൽ നിന്നും ആ ഒരു സത്യങ്ങൾ കണ്ടെത്താൻ നമ്മുടെ സുമിത്ര മിടിക്കുകയാണല്ലോ. എന്തായാലും സുമിത്ര നാളുകൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം തന്നെ അന്വേഷിച്ചെത്തിയ മകളുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ പൂജ വീട്ടിലേക്ക് വരുന്നത്. പൂജ വീട്ടിലേക്ക് വന്നപ്പോൾ പങ്കജ് വീട്ടുമുറ്റത്ത് തന്നെ കൊണ്ടുവിട്ടിട്ടങ്ങ് പോയി. അപ്പോൾ വീട്ടിൽ കയറിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പൂജ പങ്കജിനെ പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ പങ്കജ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ വീട്ടിലേക്ക് കയറി വന്നു. പൂജ വീട്ടിലേക്ക് കയറി വന്നപ്പം ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ പൂജയ്ക്ക് ഒത്തിരി സന്തോഷമായി. അമ്മയും മകളും തമ്മിലുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം കണ്ടു കഴിഞ്ഞപ്പോഴേ പൂജ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മോള് വന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശീതൾ പതുക്കെ ഒന്ന് മയങ്ങി തുടങ്ങിയായിരുന്നു. മോള് വന്നോ എന്ന് ചോദിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ, അപ്പോൾ ചായ എടുക്കാം എന്നും പറഞ്ഞു സുമിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ടമ്മേ ശീതൾ ചേച്ചി അമ്മയുടെ മടിയിൽ കിടക്കുകയല്ലേ, കിടന്നോട്ടെ എന്ന് പൂജ. അത് കഴിഞ്ഞിട്ട് പൂജ അങ്ങോട്ട് റൂമിലേക്ക് പോയ പൂജയ്ക്കിടെ മനസ്സാണെങ്കിലും മറ്റെവിടെയോ ആണ്. വണ്ടിയിൽ വെച്ചാണെങ്കിലും പങ്കജ് ഒരുപാട് സംസാരങ്ങൾ സംസാരിച്ചു നമ്മുടെ പൂജയോട്. പക്ഷേ പൂജയുടെ മൈൻഡൊന്നും ഇവിടെ അല്ലാത്തത് കൊണ്ട് പൂജ അതിനൊന്നും വ്യക്തമായൊരു മറുപടിയും കൊടുത്തിട്ടില്ല. കാരണം ഉള്ളു നിറച്ച് ആ ഒരു വിചാരം, അപ്പുവേട്ടനെ കാണണം, അപ്പുവേട്ടന് സമ്മാനം കൊടുക്കണം, അപ്പുവേട്ടനോട് തൻ്റെ ഉള്ളിൽ സ്നേഹം പറയണം, ഇതൊക്കെയാണ് പൂജ വിചാരിക്കുന്നത്. പക്ഷേ അതിനൊന്നും ഒരു സാഹചര്യം കൊടുക്കാതെ പൂജയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂട്ടുകയാണ് ചെയ്തത് പങ്കജ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഇതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ പൂജയുടെ മുഖത്തും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി. അങ്ങനെ പൂജ റൂമിലേക്ക് പോയി. അപ്പോഴും അപ്പുവേട്ടൻ എന്ന് മാത്രമുള്ളൊരു ചിന്തയാണ്. ഇതേ സമയത്ത് നമ്മുടെ അപ്പുവിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം അപ്പു ഭയങ്കരമായിട്ട് കരയുന്ന പോലത്തെ ഒരു അവസ്ഥ. ഇനി ഒരിക്കലും തൻ്റെ പൂജയെ തനിക്ക് തിരിച്ച് കിട്ടില്ലെന്ന് തിരിച്ചറിവിൽ അപ്പു നിന്നും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്.
പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയും വിശേഷങ്ങളും പ്രമോയും ഒക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.